ഒരു ചൂണ്ടുവിരൽ കൊണ്ട് സകല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ കൊണ്ട് 15 വർഷങ്ങൾക്കെങ്കിലും അപ്പുറത്തെത്തി നിൽക്കുന്ന ഒരു വീട്. ഇലക്ട്രോണിക് സിറ്റിയായ ബാംഗ്ലൂരിലെ അൾട്രാ മോഡേൺ ലക്ഷറി വീട്. ഒന്ന് കണ്ടു നോക്കൂട്ടോ, ഞെട്ടിച്ചു. ഇതിലിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ നമുക്ക് മാറ്റാം. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി, ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്നു. ദെൻ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് വാമിൽ നിന്ന് ഫുള്ള് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേക്ക് ഈവനിങ് നമ്മൾ അറിയാതെ തന്നെ മൊത്തം ഡിമ്മായി വാമിൽ നിന്ന് വൈറ്റിലേക്ക് മാറും. ക്ലൈമറ്റിൽ ഒരു മിസ്റ്റ് ഉള്ളൊരു ക്ലൈമറ്റിൽ ഇരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാവുന്നതേ. ആവശ്യമുള്ളപ്പോൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർട്ടൻ എല്ലാം ഒരു മെക്കാനിസം മൊത്തം താഴെ വരും ഒരു മോട്ടറിൽ. ഇവിടെ ഇപ്പൊ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കമാൻഡ്, വോയിസ് കമാൻഡ് ഇത് ഹേ അലക്സ എന്ന് പറഞ്ഞിട്ട് എന്ത് ലൈറ്റ്സിനെയും ഇവർക്ക് കൺട്രോൾ ചെയ്യാം. കർട്ടനെ മാറ്റാം, കർട്ടൻ ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഈവൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് മുതൽ മിസ്റ്റ് മുതൽ എല്ലാം അവർക്ക് ഈ അലക്സയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഒരു ഹോം തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു തിയേറ്റർ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഗസ്റ്റ് ബെഡ്റൂമിന്റെ അത്രയും സൈസ് ഉള്ള ഒരു ടോയ്ലറ്റ് ആയത്. മുകളിൽ നമ്മൾ 94% ഹീറ്റ് കട്ട് ചെയ്യുന്ന വീക്കോളിന്റെ ഫിലിം ഔട്ടിക്കുന്നു. കാണുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ആകാശമൊക്കെ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഈ വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ ഇവിടെയായിരുന്നു പാർട്ടി നടത്തിയിരുന്നത്. പുതിയ ഒരു വെരി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര് ഒരു തമിഴ് ദമ്പതികളുടെ വീട് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മുരുകൻ ആൻഡ് കൺമണി ദമ്പതികളുടെ വീടാണ്. ആസിഫ് ഖാ, നമസ്കാരം. കുറേ നാളായി, ഏകദേശം 1 വർഷത്തിന് മുകളിലായി നമ്മൾ ഒരുപാട് കമന്റുകൾ ഇപ്പോഴും വരാറുണ്ട്. നമ്മൾ ഓരോ വീട് ചെയ്യുമ്പോഴും ആസിഫ് അഹമ്മദിന്റെ വീട് ചെയ്യൂ, ആസിഫ് അഹമ്മദിന്റെ വീട് ചെയ്യുന്ന ഒരുപാട് കമന്റ് വരാറുണ്ട്. ഒരു വർഷമൊക്കെ ഒരു വീടേ തീരാറുള്ളൂ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വർഷം ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ കൊടുക്കണ്ട. തീർച്ചയായും നമ്മൾ ലാസ്റ്റ് പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 ഇയറിന് മുകളിലായി. അതെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അധികം വീടുകൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീടിന്റെയും ക്വാളിറ്റി പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീട് കുറച്ചൊരു അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ്, അതായത് A to Z ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വീടാണ് അല്ലേ? അതെ, 2 തമിഴ് ദമ്പതികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ്സൊക്കെ ഇവിടെ ആയതുകൊണ്ട് അവർ ഇവിടെ ഒരു സ്ഥലം മേടിക്കുന്നത്. 3 സെന്റുള്ള 4 പ്ലോട്ടാണ്. അങ്ങനെ മൊത്തം 12 സെന്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രൈവസി ആണ്. പിന്നെ വലിയൊരു അളവിലുള്ള സ്ഥലം കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഇത് 4 പ്ലോട്ടും കൂടെ ഒരുമിച്ച് കിട്ടിയപ്പോഴത്തേക്ക് അവർ കുറേ മുമ്പ് വാങ്ങിയിട്ടിരുന്നതാണ്. ഇത് കാണുന്ന സമയത്ത് ഇതിൽ ഈ മരങ്ങളൊക്കെ ഉള്ളത്, അപ്പോൾ ഈ മരങ്ങളെല്ലാം ഇത് നിർത്തണമെന്നായിരുന്നു ഇവരുടെ ഒരു ആഗ്രഹം. പിന്നെ മാക്സിമം ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് മാക്സിമം മുറ്റം വേണം. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം ഏരിയ ഓപ്പൺ ആയി കിടക്കണം, അങ്ങനെയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾമോസ്റ്റ് ഈ ഫ്രണ്ടിൽ തന്നെ ഞാനൊരു 5 സെൻറ്റോളം ഏരിയ മൊത്തത്തിൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. അതായത് ഈ എൻറ്റയർ ഈ സ്ട്രക്ചർ ആക്ച്വലി കാൻലിവേർഡാണ്. അവിടെ നിന്നുമായിട്ടാണ് ഈ എൻറ്റയർ ഏരിയ കാൻലിവറായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ എല്ലാം കോളം ഫ്രീ സ്പേസ് ആയിട്ട് നമ്മൾ മാറ്റി ഇതിലൊക്കെ ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ വാട്ടർ ഫീച്ചേഴ്സും എല്ലാം കൊടുത്ത്, അപ്പോൾ ആ മിനിമം സ്പേസിൽ നമ്മൾ മാക്സിമം ചെടികളും മരങ്ങളും എല്ലാം കൊടുത്ത് ആണ് ഈ ഒരു സ്പേസിനെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ബാംഗ്ലൂരിൻ്റെ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ഇത്രയും സ്ഥലത്ത് 2 വീട് പണിയാം. അതെ, ഈ ഒരു സ്പേസിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 കാറെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഗ്രാസ് പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്നാ കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു ഗ്രാസിന്റെ ഒരു ലോൺ കിട്ടുകയും ചെയ്യും, എന്നാൽ ഇതിനകത്തൂടെയൊക്കെ നമുക്ക് കാറും ബൈക്കും എല്ലാം കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ഇതൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ള കുറേ സ്പേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഈ സിറ്റി ലൈഫിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിലും വന്ന് നമ്മൾ ഒരു മാവിൻ്റെ മൂട്ടിലൊക്കെ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ. ഇത് മൊത്തം ഒരു ഫുള്ള് കല്ലിൽ നിന്ന് കൊത്തിയെടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇതാണ്. ഈ കൈയാണെന്നുണ്ടെങ്കിലും ഈ ടേബിൾ ആണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് ഇവർക്ക് അവിടെയാണ് മെയിൻ എൻട്രി ഉള്ളത്. അതേ കൂട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെർവൻസ് എൻട്രിയും ഒരു സർവീസിന് ഒക്കെ പോകാനുള്ള ഒരു സ്പേസുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, ആ മാവ് പോലും നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈനിൻ്റെ പാർട്ടാക്കി. നമ്മൾ നോക്കുമ്പോൾ ഈ തൊട്ടടുത്ത വീടുകളിൽ നിന്നെല്ലാം ഇതിന് പ്രൈവസി ഉണ്ട്. നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കുന്ന ബാൽക്കണീസാണ്. 3-4 ബാൽക്കണി. ഇതൊരു ബാൽക്കണിയാണ് ഇതിൻ്റെ മുകളിൽ.
ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. ഇത് അതിന്റെ മുകളിലുള്ള ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. അവിടെ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലുള്ള വേറൊരു ബാൽക്കണിയാണ്. ആ ബാൽക്കണിക്ക് ആ സൈഡിലേക്ക് വ്യൂ ഉണ്ട്. എന്നാൽ ഇതിനെല്ലാം പ്രൈവസി ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ റിഫ്ലക്റ്റീവ് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബ്രിക്ക് എല്ലാം ഒരു സ്പെഷ്യൽ ബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹീറ്റ് ഒന്നും അകത്തേക്ക് വിടാത്ത പോറോത്തേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെർമൽ ഇൻസുലേറ്റഡ് ബ്ലോക്സ് ആണ്. ഈ തെർമൽ ഇൻസുലേറ്റഡ് ബ്ലോക്സിന്റെ അകത്ത് നമ്മൾ റോക്ക് വൂൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് തെർമോ ബ്രിക്സ് എന്നാണ് പറയുന്നത്. ഈ തെർമോ ബ്രിക്സിന്റെ ആക്ച്വലി ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിലെ ക്ലൈമറ്റിൽ നമുക്ക് അകത്തുനിന്നുള്ള AC ലോഡ് പുറത്തേക്ക് പോവുകയില്ല, പുറത്തുനിന്ന് വരുന്ന ചൂടൊട്ട് അകത്തോട്ട് കയറുകയില്ല. അപ്പോൾ എന്നാ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് AC ഒക്കെ ഇട്ട് യൂസ് ചെയ്യാം. ഒരു 26 ഡിഗ്രിയിലൊക്കെ ഇട്ട് ഇതായി കഴിഞ്ഞാൽ ഇതിന്റെ എലിവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് മൊത്തം സോളാർ പാനൽസും ഉണ്ട് ഈ വീടിന്റെ. പക്ഷെ ഒന്നും സോളാർ പാനൽസ് ഒന്നും നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്നാൽ ഈ വീടിന് പല സ്ഥലങ്ങളിലായിട്ട് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോളാർ പാനൽ പോരാ തന്നെ മുകളിൽ വലിയൊരു പാർട്ടി സ്പേസ്, ഇതൊക്കെ ഒരു വീട്ടിൽ ഇങ്ങനെ വരുന്ന ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഓരോ സ്ക്വയർ ഇഞ്ച് സ്പേസ് വരെ നമ്മൾ കൺസിഡർ ചെയ്ത് ഡിസൈൻ ചെയ്താലേ ഇതിന്റെ മാക്സിമം അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്ക് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇത് മൊത്തം പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇത് 6500 സ്ക്വയർ ഫൂട്ട് ആണ് നമ്മളുടെ അകത്തെ സ്പേസ് ഉള്ളത്. പക്ഷേ ഡബിൾ ഹൈറ്റും ഡബിൾ സ്പേസും ഹൈറ്റുള്ള സ്പേസുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. ഇത് മൊത്തത്തിൽ അപ്പൊ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8000 സ്ക്വയർ ഫൂട്ട് ആയിട്ട് ഇതിനെ പറയാം. പക്ഷേ യൂസബിൾ സ്പേസ് എന്ന് പറയുന്നത് 6500 ഉള്ളൂ. ഇത് കാണുമ്പോൾ ഒരു 2 സ്റ്റോറി വീടാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ 4 നിലകളോളം ഉള്ള ഒരു സ്ഥലം. അതെ, ഇത് ആക്ച്വലി ഇതൊരു ഫ്ലോർ, അതൊരു ഫ്ലോർ, അതിന്റെ മുകളിലൊരു ഫ്ലോർ, ഇനി ബാക്കിലേക്ക് മാറിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ജിമ്മും പാർട്ടി സ്പേസും അങ്ങനെ ഒരു ഫ്ലോറും കൂടെ ഉണ്ട് ഏറ്റവും മുകളിലായിട്ട്. അത് ആക്ച്വലി ഈ കാണുന്ന ഈ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ പോയി ആ വോളായി അവിടെ ഒരു എൽ ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദെൻ ഒരു ഇൻവേർട്ടഡ് എല്ല് ഏറ്റവും മുകളിൽ പോയി, ദെൻ വേറൊരു എല്ല് ഇങ്ങനെ വന്നു. ഈ 3 ഇതിനകത്ത് ശരിക്കും അതിനകത്ത് നിന്ന് പുറത്തേക്ക് ചാടിയും അകത്തോട്ടും ആയിട്ടൊക്കെയാണ് ബാൽക്കണികളും റൂമുകളും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗേറ്റ് നമ്മൾ കൊടുത്തു, ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തു, അവിടെ ആയിട്ട് സെർവൻസിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് വേറൊരു ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സെർവൻസിന്റെ 2 ഫാമിലിയും പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ 2 ഗേറ്റും ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കാർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി ഇറക്കി ഇങ്ങനെ കൊണ്ടുപോകാം, ഇവിടെ നിന്ന് കയറ്റി ഇടാം, അവിടെ നിന്ന് കയറ്റി ഇടാം, ഈസി ആയിട്ട്. അതെ. അപ്പോൾ അതേ കൂട്ട് തന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു വാട്ടർ ബോഡിയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു സിമന്റ് ടെക്സ്ചർ ഫീൽഡിലാണ് വീട് മൊത്തം തീമിൽ പോയിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇതൊരു ഗ്രേ വൈറ്റ് ഒരു സിമന്റ് ടെക്സ്ചർ ആ ഒരു കോമ്പിനേഷനിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ പുറം കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു, നമ്മൾ എല്ലാം അകത്തേക്ക് പോകല്ലേ? അപ്പൊ അകത്തേക്ക് കയറാം. അജ്മൽ അസീസെ തുറക്കൂ. അസീസ് ശരിക്കും അജ്മൽ അസീസ് തന്നെ കേട്ടോ. അജ്മൽ അസീസ് അളിയനാണല്ലേ? അളിയനാണ്. ഹായ് ബ്രോ, നമസ്കാരം, സ്വാഗതം. ഒരു വലിയൊരു ഏരിയയിലോട്ട് എത്തിയിരിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ ഡോറ് തുറന്ന് ശരിക്കും ഇവരുടെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഫുള്ളായിട്ട് നമ്മൾ തമിഴ്നാട് ലെവലിലുള്ള വാസ്തുവിലാണ് ചെയ്തിരിക്കുന്ന ഈ വീട്. അതാണ് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആ പൂജാ റൂം, അങ്ങനെയുള്ള കാണുന്നത്. അതിനടുത്ത് അത് പാടില്ല, അതിന് ചുറ്റും നടക്കാനുള്ള സ്പേസ് വേണം, 360, അങ്ങനെ ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇത് വേണം, അവിടെ വെള്ളം വേണം, അങ്ങനെ ഒരു വാട്ടർ ഫീച്ചർ വേണം, വാസ്തുപരമായിട്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. തുളസിത്തറ ഇന്നിടത്ത് വേണം, അത് ഇത്ര സെൻറ്റിമീറ്റർ മാറിയിട്ട് വേണം, അത് നമ്മുടെ പ്ലോട്ടിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഈ സൈഡിൽ അതിൽ ഇന്ന കോർണറിൽ വേണം, അങ്ങനെ കുറേ അധികം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഡോറ് തുറന്ന് വന്നു, സോഫ ഇരിക്കുന്ന ഏരിയയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇതാണ് മെയിൻ ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്ന ഏരിയ. ഫോർമൽ ലിവിംഗ് നമ്മൾ ഈ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത് അടുത്ത ലെവലിൽ ചെല്ലാൻ നേരത്ത് അവിടെ ഡബിൾ ഹൈറ്റാണ്, അതിൻ്റെ അടുത്ത ലെവലിൽ ചെന്നാൽ അതിൻ്റെ അടുത്ത് ഡബിൾ ഹൈറ്റാണ്. അപ്പം ഈ 4 നിലകളിൽ ഈ 4 നിലയും ഇൻ്റർകണക്റ്റഡാണ്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും എയർ ഒരേപോലെ സർക്കുലേറ്റ് ചെയ്ത് ഏറ്റവും മുകളിലത്തെ ഒരു സ്പേസിൽ കൂടെ ഇങ്ങനെ പോകുന്ന രീതിയിലേക്കാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും ഈ വീടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈവൻ ലൈറ്റിംഗ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ മൊത്തം ട്യൂണബിൾ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. പണ്ട് നമുക്ക് എന്താ വെച്ചാൽ സ്വിച്ച് ഇട്ട് അവർ ലൈറ്റ് കത്തും. ഈ ലൈറ്റിനെ നമുക്ക് ഡിം ചെയ്യാനും പറ്റും, അതേസമയം ഇതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. ട്യൂൺ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വൈറ്റ്, ന്യൂട്രൽ, വാം വരെ, അതായത് വാമിൽ നിന്ന് യെല്ലോയിഷ് ടോണിൽ നിന്ന് കൊണ്ടുവന്ന് പ്യുവർ വൈറ്റിലേക്ക് വരെ വീടിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വീടിന്റെ കംപ്ലീറ്റ് മൂഡ് മാറ്റാം. അതെ, ഒരു ഇന്ന ടൈമിൽ ഇത് വാമിൽ നിന്ന് ഫുള്ള് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേക്ക് ഈവനിങ് നമ്മൾ അറിയാതെ തന്നെ മൊത്തം ഡിമ്മായി വാമിൽ നിന്ന് വൈറ്റിലേക്ക് മാറും. ഒരു ലൈറ്റിംഗ് കോൺസെപ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ഡിഫറെൻറ്റ് മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ആ ഒരു കേർട്ടൻ എല്ലാം ഇപ്പം ഈ സ്പേസ് ഡബിൾ ഹൈറ്റ് ആണ്, ഈ സ്പേസ് ഡബിൾ ഹൈറ്റ് ആണ്.
അപ്പോൾ ഈ സ്പേസിൽ ഈ കേർട്ടൺ മാറിക്കഴിഞ്ഞാൽ അവിടെയും കോട്ടയാട് തന്നെയാണ്. ഈ ബെഡ്റൂംസ് എന്ന് തുറന്നു, ആ ബെഡ്റൂംസിൻ്റെ അപ്പുറത്ത് അവിടെയും കോട്ടയാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മാക്സിമം ഇവർക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള 2 ഫ്ലോറുകളും മാക്സിമം ക്യാൻലിവർ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം ഇതിനകത്ത്, അതായത് നമ്മൾ വീട്ടിനകത്ത് നിൽക്കുമ്പോഴും ഒരു ഗാർഡനിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോഴത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗാർഡനിൽ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് കിട്ടുക. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് അല്ല. അതേ കൂട്ടി നമ്മൾ 2 സൈഡിലും ആ ഒരു അങ്ങനെ കോട്ടയാടിന്റെ 2 സൈഡിലും കുറച്ച് റബിളൊക്കെ വെച്ച് നമ്മളൊരു ക്ലാഡിങ് ഒക്കെ ചെയ്ത്, അപ്പോൾ ശരിക്കും അത് ആക്ച്വലി അത് ബൗണ്ടറി വാൾ ആണ്. ആക്ച്വലി ഇത് രണ്ടും ബൗണ്ടറി വാളാണ്. അപ്പൊ ഈ 2 ബൗണ്ടറി വാളിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ സ്പേസിനെ ഇപ്പം കൊണ്ടുവന്നിരിക്കുക. ഇതിന്റെ ശരിക്കും ഭിത്തികള് ഗ്ലാസ് ആണ്. അപ്പൊ എന്നാ കാര്യം ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പൊ അത് 2 ആക്സിസിലും, ഇപ്പം ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴും 2 ആക്സിസിലും, അതായത് 2 ആക്സിസിലല്ല 4 ആക്സിസിലും ഇതിന് കോട്ടയാടുകൾ കൊടുത്തിട്ടുണ്ട്. ആ വരുന്ന ഏരിയയിലൊക്കെ വോൾസ് നമ്മൾ കുറച്ച് പൊക്കി കെട്ടിയിട്ട് അതിനകത്തെല്ലാം പെർഗോളാസ് കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അറിയാം, അപ്പം നമ്മൾ ഓരോ സമയത്തും നമ്മുടെ സണ്ണിനകത്ത് വരുന്ന സൺലൈറ്റ് കൊണ്ട് ആ പെർഗോളയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഷെയ്ഡ്സും ഷാഡോസും എല്ലാം ആ ഭിത്തിയിലും ആ ചെടികളിലും ആ ഫ്ലോറിലും എല്ലാം വരും. ഓരോ സമയത്ത് ഓരോ മൂഡാണ്. അതെ, ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഫ്ലോറിങ്ങും എല്ലാം അതിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നാച്ചുറൽ വുഡ് വെച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഡെക്ക് ഫ്ലോറിങ്ങും ആ ക്ലാഡിങ്ങും എല്ലാം വെച്ചിട്ട്, അപ്പോൾ അവർക്ക് വീട്ടിനകത്ത് തന്നെ ആ ഒരു നാച്ചുറൽ ആ ഒരു ഫീല് കിട്ടുന്നു. ഇവിടെയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ഓപ്പൺ കിച്ചനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മളുടെ വർക്കിംഗ് കിച്ചനും യൂട്ടിലിറ്റിയും അങ്ങനെയുള്ള സാധനങ്ങളും ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു ഡിസൈനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു കോർണർ വിൻഡോയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, അവിടേക്കൂടെ ആള് പോകുന്നു, അകത്തേക്ക് ഒന്നും കാണാനും പറ്റൂല. ശരിക്കും കിച്ചണാണ് മുന്നിലോട്ട്, കിച്ചണാണ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് തന്നെ ഒരു എൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലും താഴത്തുമായിട്ടാണ് കബോർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 360 ഡിഗ്രിയിൽ മൊത്തം കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അക്രിലിക് ഷീറ്റും ലൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മളൊരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വോൾസ് സീലിംഗ് എല്ലാം ടെക്സ്ചർ ഫിനിഷ് ആണ്. ശരിക്കും ഇതിന്റെ ഫ്ലോറും വോളും സീലിംഗും എല്ലാം ഒരു സിംഗിൾ കളറിൽ നല്ല രസമായിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതിപ്പോ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഈ ടൈല് നമ്മൾ എടുത്തിട്ട് ഈ ടൈല് വെച്ചിട്ട് തന്നെയാണ് ഈ വോള് ടെക്സ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേ മിക്സ് ചെയ്ത് അതേ കണക്ക് തന്നെ എടുത്തു. അത് കണക്ക് തന്നെ സീലിംഗ്, ഇതിനകത്തൊക്കെ ട്രാപ്പ് ഡോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം അതിൽ കിച്ചൺ അടക്കം എല്ലാം എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റുകൾക്കെല്ലാം ഓരോരോ പ്രത്യേകതകളുള്ളതാണ്. ഇപ്പം സാധാരണ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരിടത്ത് തൂക്കിയിട്ടാൽ അത് അതുപോലെ തന്നെ നിൽക്കും. ഇതിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ നമുക്ക് മാറ്റാം. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതേ കൂട്ട് തന്നെ ഇതിന്റെ ആംഗിൾ മാറ്റാം, മനസ്സിലായില്ലേ? ഇതൊരു മാഗ്നറ്റാ. ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇപ്പൊ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ലൈറ്റ് നമുക്ക് വെക്കാൻ പറ്റും. ഈ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതൊരു ബാറിൽ വരുന്ന ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്നു. ദെൻ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ വൈറ്റ്, വാം, അങ്ങനെ നമുക്ക് കളർ മാറ്റാം. ബുദ്ധ ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈസ് ഭയങ്കര വലിപ്പം, ഒരാളുടെ ഹൈറ്റ് ഉണ്ട് അതിന്. അതിനകത്ത് ചെറുതായിട്ടൊരു വാട്ടർഫോളും ഇതെല്ലാം അങ്ങനെ തന്നെ വരുന്നതാ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാ. ഇത് നമ്മളിത് കേരളത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താ. ഇതൊക്കെ എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. നല്ല രസമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ വാട്ടർ. താഴത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോയി ഫിഷിനെയൊക്കെ ഇടാം. ഇവിടെ അവർക്ക് ഇരിക്കാനുള്ളൊരു, ഇപ്പൊ പകൽ ഇറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ ശരിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. പ്രൈവസിക്ക് ഒരു കുറവില്ല. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി എന്നാ ഒരു പ്ലാന്റ് കവർ ചെയ്യുന്ന രീതിയിലൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഡോഗ് ഉണ്ട് ഇവരുടെ ഒരു പെറ്റ്. അതിന് ആക്ച്വലി പുറത്തുനിന്ന് മാക്സിന് ആക്ച്വലി ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവന് പുറത്തുനിന്ന് വരുന്ന എല്ലാവരെയും കാണുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റൗണ്ട് ഗ്ലാസ്. ഈ ഡെക്കെല്ലാം ശരിക്കും റിമൂവബിളാണ്. നമുക്കിങ്ങനെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ
പൊക്കി എടുക്കാം. ഓഹോ, മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് ഊരി ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് ഇത് ഊരി അവർക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ സാധാരണ ഡെക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഐക്കയുടെ പ്രോഡക്റ്റ് ആയത്. അപ്പോൾ വളരെ ഈസിയാണ് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം ഡെക്ക് ഫ്ലോറിങ്ങിനൊക്കെ മോർ ദാൻ 1000 rupees പെർ സ്ക്വയർ ഫുട്ട് ഇപ്പോൾ കോസ്റ്റ് വരുന്നൊരു സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിന് വല്ല 300 rupees ഒക്കെ വരുന്നുള്ളൂ. ഇവിടെ മൊത്തം നമ്മൾ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കോർട്ട്യാർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ അടിയിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഇത് നൈറ്റ് കാണാനാണ് അതിന്റെ ഭംഗിയല്ലേ? നൈറ്റിലാണ് ഇതിന്റെയൊക്കെ ഒരു ഇത് വരുന്നത്. പിന്നെ നമ്മൾ ആ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ആണ് മുകളിൽ ആ ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇറിഗേഷൻ എല്ലാം ഓട്ടോമാറ്റിക്. അപ്പം ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെല്ലാം ഇറിഗേഷൻ പ്രോപ്പറായിട്ട് വരും. സ്പ്രിംഗ്ലേഴ്സ്, ഇവിടെയൊക്കെ മിസ്റ്റ് വരും. ഇപ്പം നമുക്കിപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റിൽ ഒരു മിസ്റ്റ് ഉള്ളൊരു ക്ലൈമറ്റിൽ ഇരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഏരിയയിലൊക്കെ നമുക്കിങ്ങനെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തെ കോർട്ട്യാർഡിലാണെങ്കിലും അവിടെയുണ്ട്. നമുക്ക് ഈ 2 കോർട്ട്യാർഡിലും ഈ മിസ്റ്റും ഈ ഓട്ടോമാറ്റിക് ഇറിഗേഷനും എല്ലാം ചെയ്തിട്ടുണ്ട്. 2 കോർട്ട്യാർഡിലും ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തിൽ നിന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കാം. ശരിക്കും നമുക്ക് ആ ടെമ്പറേച്ചർ, ഈ ഔട്ട്ഡോർ ടെമ്പറേച്ചർ ഇത് വെച്ചിട്ട് ശരിക്കും ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. മിസ്റ്റും ഈ സാധനങ്ങൾ ഇതെല്ലാം ഫുള്ളി നമുക്ക് ഓട്ടോമേഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, ഈവൻ ഇതിന്റെ പമ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ മിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഓട്ടോമേഷനിൽ കൺട്രോൾ ചെയ്യാം. ലൈറ്റിങ്, ഫാന്, ഈവൻ കേർട്ടൻ. ഇവിടെ കേർട്ടനൊക്കെ നമുക്ക് ശരിക്കും മുകളിൽ 2 നില ഹൈറ്റിലൊക്കെ ഉള്ള കേർട്ടൻ എല്ലാം നമുക്ക് ഇവരുടെ വീട്ടുകാർക്ക് തന്നെ ആവശ്യമുള്ളപ്പോൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേർട്ടൻ എല്ലാം ഒരു മെക്കാനിസം മൊത്തം താഴെ വരും ഒരു മോട്ടറിൽ. അപ്പോൾ നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് ഊരി ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് വീണ്ടും ഫിറ്റ് ചെയ്യാം. അതിനൊന്നും വേറെ ആളൊന്നും വരേണ്ട കാര്യമില്ല. അതായത് ഇതിങ്ങനെ 360 ഡിഗ്രി, 360 അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അവിടെ വരയ്ക്കും നമുക്ക് നടക്കാൻ പറ്റും. അപ്പൊ അവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതെ, ഇതിന് സെർവൻസിന് താമസിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആ കാണുന്ന ഒരു ബ്ലോക്ക് മൊത്തം സെർവൻസിന്റെ കോട്ടേജ്. അത് ബാക്കിൽ നിന്നാണ് അതിന്റെ എൻട്രി വരുന്നത്. ഈ ആ കാണുന്ന ഒരു ഏരിയ ഇല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് ലിഫ്റ്റിന്റെ അപ്പുറത്ത് വേറൊരു വീടായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് പുറത്തുനിന്ന് വേറൊരു ഇതുണ്ട്. അത് 2 നിലകളിലായിട്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് കിച്ചൺ, ബാക്കിയുള്ള കാര്യങ്ങൾ, കിടക്കാനുള്ളത്, ടോയ്ലറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നമ്മൾ ഈ സ്റ്റെയർ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിലായിട്ടൊരു മെസറൈൻ ഫ്ലോർ മാതിരി ആ സ്റ്റെയറിൽ നിന്ന് വേറൊരു മുകളിലൊരു ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അത് അവിടെ ഒരു ഡോറുണ്ട്. ആ ഡോറിന്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കുറേ ബാൽക്കണി സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സിറ്റിക്കകത്തുള്ളൊരു സ്പേസിൽ ഓരോരോ ഡിഫറെന്റ് ലെവൽസിലും നമ്മൾ ഗാർഡൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 ബെഡ്റൂമും പിന്നെ സെർവൻസിന് 2 ബെഡ്റൂമും ചേർത്ത് മൊത്തം 6 ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഗസ്റ്റിന് ഇതുപോലൊരു കോർട്ട്യാർഡും അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവിടെയും ആ മിസ്റ്റും ഓട്ടോമാറ്റിക് ഇറിഗേഷനും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സിറ്റിംഗ് സ്പേസ്, സിറ്റിംഗ് സ്പേസിൽ നാടാനൊക്കെ പറ്റും. ഗസ്റ്റുകൾ ഇവിടെ ഭയങ്കര രാജാക്കന്മാരാണ്. ഇപ്പൊ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആ സ്പേസിലോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങ് വരെ നമ്മൾ ആ ഒരു ചെടികളെല്ലാം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഇത്. ഗസ്റ്റ് ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കം നമുക്ക് കോമൺ ആയിട്ട് ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരു സിംഗിൾ ബാൻഡ് ഇങ്ങനെ കറങ്ങി അത് ഇതിൻ്റെ കൗണ്ടറായി മാറി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഇങ്ങനെ 360 ഡിഗ്രിയിൽ ഒരു ബാൻഡ് പോയിട്ട് അതിന് താഴത്തേക്ക് ഒരു കളറും അതിൻ്റെ മുകളിലേക്ക് ഒരു കളറും അതിൻ്റെ സീലിങ്ങും അതെല്ലാം കൂടെ അങ്ങനെ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ബാൻഡിൻ്റെ അടിയിലായിട്ട് 2 കളറിലായിട്ട് അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ അതിലെല്ലാ സാധനങ്ങളും ഡിഫൈൻ ചെയ്ത് ഓരോരോ ഏരിയാസിലായിട്ട് അതിനെ കൊടുത്തിരിക്കുക. ഇവിടെ ഇപ്പോൾ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വോയിസ് കമാൻഡ് ചെയ്ത് ഹേ അലക്സ എന്ന് പറഞ്ഞിട്ട് എന്ത് ലൈറ്റ്സിനെയും ഇവർക്ക് കൺട്രോൾ ചെയ്യാം. കേർട്ടനെ മാറ്റാം, കേർട്ടൻ ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, എല്ലാം ഹേ അലക്സ എന്ന് പറഞ്ഞിട്ട്
ജസ്റ്റ് ഇതാക്കി അതൊക്കെ അലക്സയുടെ സ്പീക്കേഴ്സ് ആയിരിക്കുന്നത്. ഇരിക്കുന്നത് അങ്ങനെ എല്ലാ റൂംസിലും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് മുതൽ മിസ്റ്റ് മുതൽ എല്ലാം അവർക്ക് ഈ അലക്സയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇവർക്കിപ്പം ഒരു മാസത്തേക്ക് സ്ഥലത്തില്ല, ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാൻ ആരും വരണ്ട. ഓട്ടോമേഷന് പുറമെ ഈ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഇതൊരു വാഷേരിയാണ്. വാഷേരിയിൽ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ട് ഓട്ടോ വാഷിംഗ് സിസ്റ്റം വരെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ഒരു പോർഷൻ കാണുന്ന അതിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോപ്പടക്കം വന്ന് வாஷ் செய்து போகிற രീതിയിലാവും. பெரிய பையன் பிரமோத், இது தீபேஷ். நாங்கள்லாம் ஃபேமிலியாக கேரளா போயிட்டு ஆசிஃப் மீட் பண்ணி அங்கே உள்ள எல்லா ப்ராஜெக்ட்டும் நாங்கள் வந்து நாங்களே போய் எல்லாம் 1 by 1 எல்லாம் பார்த்து மோர் தென் 5 ப்ராஜெக்ட்ஸ் பார்த்தோம். அங்கே உள்ள இந்த மாதிரி பிளான்ஸு, இந்த மாதிரி கிளாஸில் பண்ணியிருக்கிறது, உள்ள ஃபர்னிச்சரு இதெல்லாம் நாங்கள் பார்த்து நாங்கள் என்ஜாய் பண்ணி எங்களுக்கு இந்த மாதிரி வேணும்னு சொல்லி கேட்டு எங்களுக்கு வேண்டிய மாதிரி ஆசிஃபும் பண்ணி கொடுத்துருக்குறாப்புல. மீதி இங்கே உள்ள கலர்ஸ் இதெல்லாம் வந்து நாங்கள் வேறு மாதிரி பிரைட் கலர்ஸ் அந்த மாதிரி சுத்தமாக சொன்னால் எங்கிட்ட வந்து நீங்கள் மாட்டிருக்கு இல்லையா, மாட்டின மாதிரி. ஆனால் வந்து அதுக்கப்புறம் எங்களுக்கு போக போக எல்லாம் நல்லா போக போக தெரிஞ்சது நல்லா மாட்டிருக்குல்ல. இவர்கிட்ட பேசி பேசி எனக்கு இப்போ தமிழ் தான் மலையாளத்தை விட அதிகமாக வருது. இனி தமிழில் தான் பேசுவாங்க. இன்ஸ்டாகிராமில் தான் நான் சும்மா ஸ்க்ரோல் பண்ணிட்டு இருந்தேன் ஆர்கிடெக்ட்ஸ் தேடிட்டு. அப்போ உங்களது பார்த்ததுல எனக்கு எல்லாம் ரொம்ப பிடிச்சிருந்துச்சு. அப்புறமா தான் பேரண்ட்ஸ் வந்து நம்ம போய் விசிட் பண்ணி ஆகணும் அப்படின்னு சொல்லிட்டு அப்புறம் தான் காண்டாக்ட் பண்ணுறோம். இவர் தான் வாஸ்துவோட மெயின் ஆள். இல்லை நாங்கள் வந்து ஒரு டைம் பாஸுக்கு தான் ஊருக்கு வந்தோம். எங்க கூப்பிட்டாங்கன்னு சொல்லிட்டு அவங்க 4 பேர் ஒரு ட்ரிப்பு மாதிரி போகலாம். எங்களுக்கு ஆசிஃப் மேலே நம்பிக்கை இல்லை. அப்போது நாங்கள் போனோம். போய் பார்த்துட்டு ஆசிஃபோட ப்ராஜெக்ட் எல்லாம் பார்த்த உடனே எங்கள் 2 பேருக்கும் மைண்டு சேஞ்ச் ஆயிடுச்சு. உடனே பிளான் ஸ்டார்ட் ஆயிடுச்சு. எல்லாமே நாங்கள் கேட்டது எல்லாமே பண்ணி கொடுத்துருக்குறப்ப ஆசிஃப். வாஸ்து எங்களுக்கு வெளிச்சம் வேணும்னு சொன்னோம், எங்களுக்கு இந்த மாதிரி கலர்ஸ் வேணும்னோ எல்லாமே எங்களுக்கு யாருக்கு பிடிக்குதோ எங்களை கன்வின்ஸ் பண்ணி இதுதான் நல்லதுன்னு சொல்லி எல்லாமே பண்ண வச்சுருக்காங்க. ரொம்ப பிடிச்சிருக்குது. நாங்கள் ஒரு இமேஜினேஷனில் வேறு மாதிரி நினச்சிருந்தோம். இது வந்து எங்களுக்கு வேறு ஒரு இதுக்கு எங்களை கூட்டிகிட்டு போய் அச்சீவ் பண்ணியிருக்காங்க. மேக்ஸ் எங்களோட 3வது பையன் மாதிரி. இப்போ இது மேக்ஸ்க்காக நாங்கள் வந்து ஆசிஃப்ட்ட கேட்டோம், எங்களுக்கு மேக்ஸ்க்குன்னு ஒரு ப்ளேஸ் பண்ணி கொடுக்கணும், அதுக்கு குளிக்கிறதுக்கு இடம் பண்ணி கொடுக்கணும், அந்த மாதிரி விளையாடுறதுக்குன்னு எங்களுக்கு இந்த மாதிரி மேக்ஸ்க்காகவே ஒரு 3 ப்ளேஸ் பண்ணி கொடுத்துருக்காங்க. ரொம்ப பிடிச்சிருக்கு. அதுக்கும் நல்லா விளையாடுறாங்க. നമ്മൾ ഈ 4 ഫ്ലോറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ഈ ഒരു സ്റ്റെയർ ഇങ്ങനെ നേരെ 4 ഫ്ലോർ വരെ പോകുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളിവിടെ ഒരു ലിഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോയാലോ? നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് കയറി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഇത് ഇവിടെയാണ് വന്ന് തരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് താഴത്തെയുള്ള ഫോർമൽ ലിവിങ്ങിന്റെ നേരെ മുകളിൽ ഡബിൾ ഹൈറ്റ് ആണ് ഈ കാണുന്നത്. അതേ കൂട്ട് ഇതൊരു ഫാമിലി ലിവിങ് ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 2 ഡോർ ഉണ്ട്, രണ്ടും ഹിഡൻ ആണ്. ആക്ച്വലി ഇവിടെ ഒരു ഡോർ ഉണ്ട്, അത് ഈ പാനലിങ്ങിനകത്ത് ഒളിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ഡോറാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ മാസ്റ്റർ ബെഡ്റൂമും ഒക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട് മുതൽ ബാക്കിലത്തെ റോഡ് വരെ അത് ഫുള്ളാ മാസ്റ്റർ ബെഡ്റൂമാണ്. അത്ര വലിയ മാസ്റ്റർ ബെഡ്റൂം. അത് ഞാനിപ്പോൾ ഇത് ഇരുമ്പോൾ കാണിക്കാം. പുറത്തുനിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്ത ഈ സ്പേസിന് വേണ്ടിയിട്ട് ഈ സോഫയും ഈവൻ ഈ കാർപ്പറ്റും, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർപ്പറ്റും ഇതൊക്കെ ഈ ഒരു എൻ്റയർ സ്പേസിൽ കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു പീസിന്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടാണ് ഇതിന്റെ ഡിസൈൻ. ഇതിന്റെ പേര് പിയാനോ സോഫ എന്നാണ്. അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് വരച്ചു കൊടുത്ത ശേഷം അവരെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ആക്ച്വലി ഒരു 911 ഒരു GT3 RS ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ ആണെന്നാണ് ഞാൻ ഇത്ര നേരം വിചാരിച്ചത്. അല്ല ഇത് ഒറിജിനൽ. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പൂജയുടെ ആ ഏരിയയും അതിന്റെ മുകളിലായിട്ടും കുറേ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഹോം തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു തിയേറ്റർ ആണ് ചെയ്തിരിക്കുന്നത്. അതുമാതിരിയുള്ള അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നല്ല സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ റോഡിലൊക്കെ കേൾക്കുമെന്നാണ് ഇവർ പറയുന്നത്. അത്ര പവർഫുൾ സിസ്റ്റംസ് ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സോഫയെല്ലാം നമ്മൾ പുറത്തുനിന്ന് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ്. ഇതിൻ്റെ കളറ്, ഇതിൻ്റെ ഈവൻ ഇതിൻ്റെ ലെതർ, ഡ്യുവൽ മോട്ടറുള്ള സാധനങ്ങളായത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം.
ഈ ലെഗിൻ്റെ പീസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു 1.5 മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അതെ, ഇത് ഓൾമോസ്റ്റ് 400 സ്ക്വയർ ഫൂട്ടോളം ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിലത്തെ സ്പേസ് മാത്രമുണ്ട്. അത് കൂടാതെ അവിടെ ഒരു ബാൽക്കണി, ആ ബാൽക്കണിക്ക് ഒരു എക്സ്ട്രാ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പെർഫറേറ്റഡ് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ളവർക്ക് കാണത്തില്ല, എന്നാൽ പുറത്തേക്ക് നമുക്ക് ഇതാവുകയും ചെയ്യാം. ഇവിടെ നമ്മളിങ്ങനെ ഇവർക്കൊരു സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ക പ്രൈവറ്റ് സ്പേസ് ആയിട്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ലൈറ്റ്, എമൗണ്ട് ഓഫ് ലൈറ്റ് ഒക്കെ ഈ കർട്ടൻ ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ കർട്ടൻ ഇപ്പൊ ഇതിപ്പോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു ചെറിയ ബാൽക്കണി വിത്ത് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വലിയൊരു സോഫയും ഒരു ബെഡ് ബെഞ്ചും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഇവിടെ ആയിട്ട് നമ്മളൊരു വാക്ക് ഇൻ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഉള്ളതെന്ന് വിചാരിക്കണ്ട. അതെ, അങ്ങേയറ്റത്തൊരു മിററാണ് കേട്ടോ. ഇങ്ങേയറ്റത്തൊരു മിറർ ഉള്ളത് കൊണ്ട് ഇതൊരു ഇൻഫിനിറ്റി ലുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാസേജിൽ ഇവിടെ വാക്ക് ഇൻ വാർഡ്രോബ്സും, ഈ വരുന്നൊരു പാസേജിൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റർ ടോയ്ലറ്റും, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ബാൽക്കണിയും ഉണ്ട്. ഇവിടെ മുകൾ ഭാഗം എല്ലാം, റൂഫെല്ലാം ഇത്രയും പുറത്തേക്ക് കാൻലിവർ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെയൊന്നും ശരിക്കും മഴയൊന്നും ഡയറക്റ്റായിട്ട് വീഴുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസ്. ഈ മരമൊക്കെ ശരിക്കും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്ന മരങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ടോയ്ലറ്റ്. ശരിക്കും ഈ സൈസിൽ തന്നെയുള്ള 3 ടോയ്ലറ്റ്സും അതേ ഇപ്പം നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസിലുള്ള ബെഡ്റൂംസും ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഗസ്റ്റ് ബെഡ്റൂമിന്റെ അത്രയും സൈസുള്ള ഒരു ടോയ്ലറ്റ് ആയത്. 4 മീറ്റർ ബൈ 4 മീറ്റർ ആണ് ഈ ടോയ്ലറ്റ്. നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിൽ നിന്ന് മുകളിലേക്ക് വീണ്ടും സ്റ്റെയർ കയറി ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ സെർവൻസ് റൂമിൻ്റെ ഒക്കെ മുകളിലായിട്ടൊരു സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഇവർക്ക് ഡിസൈൻ ചെയ്തു, ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ ആയിട്ട് ചെയ്തു. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് സ്പേസിൽ ഇവർക്ക് വന്നിരിക്കാൻ. എന്നാൽ ഇതിന് നമ്മൾ വോൾ ഫൈക്കസ് ഒക്കെ കൊടുത്ത്, ഇപ്പോൾ ഇവിടെ ഇത് ശരിക്കും നമ്മുടെ റോഡിലുള്ള ഒരു മരമാണ്. അത് ആ വീട്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടി. ഇവിടെ നമ്മളിങ്ങനെ ഒരു വോൾ ഫൈക്കസ് കൊടുത്തു, അതുകൊണ്ട് ഇവിടെ പ്രൈവസി ആയി. അതെ, ഇവിടെ ഒരു വോൾ ഫൈക്കസ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് അപ്പം ഇവിടെ ഇവർ ഇരുന്നാലും നോർമലി അവർക്ക് നല്ല പ്രൈവസിയാണ്, എല്ലാവർക്കും ഇരിക്കുകയും ചെയ്യാം. ഇത് ഫുള്ളി ഔട്ട്ഡോർ ലെവലിലുള്ള ഫർണിച്ചറുമാണ്. പിന്നെ ഇത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് മുകളിൽ നിന്ന് നനയില്ല. ഏറ്റവും മുകളിൽ നമ്മൾ ആ ഒരു സ്ലാബ് ഇത്രയും ഫുള്ളായിട്ട് കാൻഡിവർ വിചാരിച്ച് നമ്മൾ ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വീടിന്റെ 2nd ഫ്ലോറിലാണ് ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഫ്ലോറിലാണ് 2 മക്കളുടെയും ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെഡ്റൂം ഇതിനകത്തും ഒരു ബെഡ്റൂം ആ പാനലിങ്ങിന്റെ ഉള്ളിലുമായിട്ടാണ്. ഇവിടെ ഒരു ഹിഡൻ ഡോർ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതേ കൂട്ട് തന്നെ ഇവിടെ ഒരു ഓഫീസ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എൻ്റയർ സ്പേസ് ഡബിൾ ഹൈറ്റിലാണ്. മുകളിൽ നമ്മളൊരു സ്കൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നല്ല നാച്ചുറൽ ലൈറ്റ് ഉള്ളിൽ വരും. ഇതിലിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ മുകളിൽ നമ്മൾ 94% ഹീറ്റ് കട്ട് ചെയ്യുന്ന വീക്കോളിന്റെ ഫിലിം ഒട്ടിക്കുന്നത്. കാണുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ആകാശമൊക്കെ കണ്ടുപിടിക്കാം. പ്രോപ്പറായിട്ട് നമ്മുടെ കാറിന്റെ സൺറൂഫ് പോലെ നമുക്ക് നോക്കാം. അത് ഏകദേശം ഒരു 200 സ്ക്വയർ ഫുട്ട് ഓഫ് ഗ്ലാസ് ആണ് ഏരിയ. നമ്മൾ ടോപ്പിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കർട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് താഴെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ മോട്ടറൈസ്ഡ് ആയിട്ട് അത് താഴത്ത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ ഇവർക്ക് തന്നെ ഈ കർട്ടനൊക്കെ എടുത്ത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും. ഇത് ആക്ച്വലി ഈ കർട്ടൻ എന്ന് വെച്ചാൽ ഇത് ഓരോ പീസാണ്, ഇതെല്ലാം ഓരോ പീസാണ്. അപ്പം നമുക്കിത് ഈസി ആയിട്ട് അവർക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാം. അതേ കൂട്ട് തന്നെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഷിയർ കർട്ടന്റെയും ഒപ്പേക്കായിട്ടുള്ള കർട്ടന്റെയും രണ്ടിന്റെയും ഉപയോഗം ഒരൊറ്റ കർട്ടനിൽ നടക്കുകയും ചെയ്യും. കുറച്ച് സ്പേസ് മതി. ഇത് പോയിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് സ്പേസിൽ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോ ത്രെഡുകളാണ് ഇതിനകത്ത്. നമ്മൾ ഈ ലൈറ്റ്സ് എല്ലാം ഇതൊക്കെ ഹ്യൂജ് ലൈറ്റ്സ് ആണ്. ഇത് ശരിക്കും ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.8 മീറ്റേഴ്സ്. അത് അതിനെക്കാട്ടിലും ചെറുത്, അത് അതിലും ചെറുത്, അത് അതിലും ചെറുത്. അങ്ങനെ ഇത് നമ്മൾ ഓരോ സൈസിൽ വെച്ചിട്ട് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ഈ സ്പേസിലേക്ക് ഇട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന ചെയറുകളെല്ലാം ഇത് പുറത്തുനിന്ന് നമ്മൾ ക്ലയൻറ്റും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി സെലക്ട് ചെയ്തത്. ഇതിന് ആക്ച്വലി ഇതിൽ ഫുൾ
ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള മസാജിങ് ചെയറാണ്. ഇത് ഓഫീസ് ചെയറാണ്. ഇതിൻ്റെ ഉള്ളിലാണ് മസാജിങ്ങിൻ്റെ ഫങ്ഷൻ ഉള്ളത്. ഇത് റീചാർജബിളാണ്. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഫോണിന് പോയിട്ട് ചാർജ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഇങ്ങനത്തെ ഒരു ചെയറായിട്ട് വേണമെങ്കിൽ ഇതിനെ മാറ്റാം. ഇത് പുറത്തേക്ക് വലിച്ച് ഇങ്ങനെ വെച്ച് ശരിക്കും കാലൊക്കെ വെച്ച് ഇരിക്കാം, ഫുള്ളായിട്ട് കിടക്കാം, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് സെക്കൻഡ് ഫ്ലോറിലെ ഒരു ഫസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്ലാൻ തന്നെയാണ്, അതേ ഡിസൈൻ തന്നെയാണ്, സെയിം ബാൽക്കണി, ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. ഫർണിച്ചറുകളും അതിൻ്റെ വാർഡ്രോബ്സിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. പയ്യൻസ് കുറച്ച് ഗെയിമിൻ്റെ പരിപാടിയാണ്. അപ്പം അവൻ്റെ ഗെയിമിംഗ് ചെയറും ഗെയിമിങ്ങിൻ്റെ സ്ക്രീനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതേ കൂട്ട് തന്നെ അവിടെ കണക്കൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ കർട്ടൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാൽക്കണിയിൽ നമുക്ക് ഇതുപോലെ ഒരു സിംഗിൾ സ്വിങ് ചെയർ ഉണ്ട്. അതേ സ്പേസുകൾ തന്നെയാണ് മുകളിലുള്ളത്. അതേ സെയിം പൊസിഷനിൽ തന്നെ വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്. അതേ കൂട്ട് ഡ്രസ്സിങ് ഏരിയ, വീണ്ടും ഇവിടെ കുറച്ചുകൂടെ വാർഡ്രോബ്സ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, ക്യൂബിക്കിൾസും ജക്കുസിയും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാമായിട്ടുള്ള ഒരു ഫുള്ളി എക്വിപ്ഡ് ടോയ്ലറ്റ് തന്നെയാണ്. നേരത്തെ ആ പറഞ്ഞ അതേ സൈസ് തന്നെ 4 മീറ്റർ ബൈ 4 മീറ്റർ ഉള്ള ഒരു വലിയൊരു ടോയ്ലറ്റ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഡേലൈറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ സൈഡിൽ. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പെർഗോളാസും കുറച്ച് ഡേ ലൈറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയാൽ ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട് ഇതുപോലൊരു സ്പേസിൽ. ലാസ്റ്റ് ബെഡ്റൂം. അതെ, ഇനി ലാസ്റ്റ് ബെഡ്റൂം. അത് ഇങ്ങനെ ഒരു പാനലിംഗ് ഉള്ളൊരു ഇതിനകത്ത് ഹിഡൻ ആയിട്ടാണ് നമ്മൾ ഈ ഡോർസ് ഇങ്ങനെ. അതെ, അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലേക്ക് കയറാം. ഇത് വേറൊരു മൂഡുള്ള ഒരു ബെഡ്റൂമാണ്. രണ്ടുപേരും ഗെയിമിങ്ങിന്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ കുറെ സ്പേസുകളും ചെയറും ഒക്കെ അതുപോലെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലേക്കും ഉണ്ട് ബാൽക്കണിയുടെ എക്സ്റ്റൻഷൻ. എൽ ഷേപ്പിലാണ് ഈ ബാൽക്കണി ഉള്ളത്. ഇങ്ങനെയും ഈ ബാൽക്കണിയിലേക്ക് പോകാം. അതേ കൂട്ട് ഇങ്ങനെ ഇതിലേക്കൂടെ വന്ന് ഇപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ 3 ബാൽക്കണിയിലുള്ള ആൾക്കാർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ഇവിടുത്തെ ടോയ്ലറ്റും വേറൊരു മൂഡിലാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ചെയ്യുന്നത്. ഇത് വാക്ക് ഇൻ വാർഡ്രോബ്, ഈ ഒരു ഏരിയ ഡ്രസ്സിങ്. ആക്ച്വലി ഈ ഒരു സ്ലാബ് എല്ലാം ഫുള്ളി കാൻഡിവേർഡാണ്. അതാ എലിവേഷന്റെ ഒരു പാർട്ടും കൂടെയാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചുറ്റും ഈ പോകുന്ന ഗ്ലാസ് എല്ലാം സ്കൈ കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയി എലിവേഷന്റെ പാർട്ടായിട്ട് ഇങ്ങനെ പോകും. ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് പ്രൈവസിയുടെ ഇഷ്യൂസും ഇല്ല. ഇതൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, നല്ല ഭംഗിയുണ്ട്. എല്ലാം നാച്ചുറൽ ലൈറ്റും എല്ലാം. ഇവിടെ വെറ്റ് ഡ്രൈ സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റവർക്ക് ഇങ്ങനെയുള്ള സ്പേസ് ഒന്നും ഇഷ്ടമല്ല. നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ, അതായത് 3rd ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സ്പേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു ഗാർഡൻ സ്പേസ് സെറ്റ് ചെയ്തു മൊത്തത്തിൽ. ശരിക്കും നല്ല ചെടികളും ഒക്കെ ആയി. അതെ, മൊത്തം ചെടികളും ഒക്കെ ആയി. ഇവിടെ നമ്മൾ ഈ വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ ഇവിടെ ആയിരുന്നു പാർട്ടി നടത്തിയിരുന്നത്. അത് ആക്ച്വലി ജിമ്മാണ് അതിന്റെ ഉള്ളിൽ. അപ്പൊ ആ ജിമ്മിന്റെ ഇത് ഈ വലിയ ലാർജ് വിൻഡോസ് കൊടുത്തിരിക്കുന്ന കാരണം ഇത് തള്ളി അങ്ങേറ്റത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ സ്പേസ് ആവും. അപ്പൊ താഴത്ത് ഒരു ഫ്ലോറിലുള്ള ആ മൊത്തം സ്പേസ് ഏറ്റവും മുകളിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തു. നൈറ്റിൽ ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാ ഇൻഡയറക്റ്റ് ലൈറ്റ്സ്, ഇതിന്റെ ഒക്കെ അടിയിൽ നിന്നൊക്കെ ലൈറ്റ്സ് ഉണ്ട്. അടിയിലെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇൻഡയറക്റ്റ് ലൈറ്റിൽ ഭയങ്കര രസമായിട്ടിരിക്കും. ഈ ചുറ്റും ആൾക്കാർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് റെയിലിന്റെ മാതിരി ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടില് കണ്ടമാനം നമ്മൾ സോളാർ പാനൽസ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനൽസ് നമുക്ക് താഴത്ത് നോക്കിയാലും കാണില്ല, മുകളിൽ ഇപ്പോൾ വന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു ഹൈറ്റിലേക്ക് വന്ന് നിൽക്കുമ്പോഴാ നമുക്ക് ഈ സോളാർ പാനലിന്റെ ഒക്കെ ഇതിങ്ങനെ സോളാർ പാനൽ ഈ ഏരിയ ഇങ്ങനെ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സൈഡില്, അതുപോലെ ആ മുകളിൽ കാണുന്ന ആ ഒരു ഏരിയ ഒക്കെ വാട്ടർ ടാങ്ക് ഒക്കെയാണ്. ആ ഒരു ഏരിയയിൽ മൊത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പേസ് പോലും നമ്മൾ
കളയാതെ മാക്സിമം സോളാർ പാനൽസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ശരിക്കും ബാംഗ്ലൂർ നഗരത്തിന്റെ നടുക്ക് റൂഫ് ടോപ്പിലുള്ള ഒരു കിഡിലൻ ഗാർഡൻ ആണ്. ഈ ടോപ്പിലെ മൊത്തം സാധനങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ വീട്ടിന്റെ മൊത്തം പല പല സ്പേസുകളിലും ഉണ്ടായിരുന്ന ടൈലുകളുടെ വേസ്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ടോയ്ലറ്റിലെ താഴത്തെ ടോയ്ലറ്റിലെ ബാക്കി വന്ന ടൈലാ, ഇത് വേറൊരു ടോയ്ലറ്റിലെ ലൈറ്റാ, ആ ടൈലാണിത്. ബാക്കി വന്ന എല്ലാ ടൈലുകളും ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ടൈലല്ല, ഇത് വേറൊരു ടൈലാണ്. അപ്പൊ അതിനകത്ത് കിട്ടാതെ വന്ന സ്പേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ആ ഐക്യയുടെ വുഡൻ ആ ഒരു ഫ്ലോറിങ്, വുഡൻ ഫ്ലോറിങ് ചെയ്തു. അപ്പോൾ മുരുകൻ സാറിൻ്റെയും കൺമണി ചേച്ചിയുടെയും അൾട്രാ മോഡേൺ ബാംഗ്ലൂർ ഹൗസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ദിവസം മുഴുവൻ ഷൂട്ടായിരുന്നു, അതിഗംഭീരമായിട്ടുണ്ട്. ഓരോ വീട് കഴിയുന്തോറും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുന്ന ആസിഫ് ക ഇതും ഗംഭീരമായിട്ടുണ്ട്. മറ്റൊരു അത്ഭുതം, നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു കേട്ടോ, താങ്ക് യു. ரொம்ப நல்லா இருக்கு. കുറേ കാലം ഇവിടെ താമസിക്കാൻ പറ്റട്ടെ. ഓക്കെ, സ്റ്റേ സേഫ്, ഗോഡ് ബ്ലസ് യു. പിന്നെ നമ്മുടെ ആസിഫയ്ക്ക് ഒരു ടീമുണ്ട്, അളിയനാണല്ലേ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. നമസ്കാരം. ആ, സുന്ദരനും സുമുഖനുമായിട്ടുള്ള അജ്മൽ ബ്രോ, അനുയോജ്യമായ ആലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു അല്ലേ? ഓക്കെ, നമ്മുടെ ടീമിലുള്ള അല്ലേ? അതെ, ഇവരാണ് പ്രോജക്ട്സ് എല്ലാം ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും തീർച്ചയാണ്. അപ്പം AR ആർക്കിടെക്ട്സ് ആസിഫ് അഹമ്മദ്, ആസിഫിക്ക താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൊച്ചിയിൽ പാക്കലാം. ശരി, യെസ്. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ വിളിക്കാമെന്ന് കേട്ടോ. അപ്പം എല്ലാവരും ഓൾ ഫാമിലി ഒരു ബൈ.